എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വാഹനമെങ്കിലും ഇല്ലാത്തത് വളരെ ചുരുക്കമാണ്. അപ്പോൾ വാഹനം ഉള്ള ആളുകളും വാഹനം ഓടിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ലൈസൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ ടോൾ ബൂത്തുകളിൽ അധികം തുക നിങ്ങൾ നൽകേണ്ടി വരും. ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വാഹനങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിനുള്ള ഫൈൻ 2000 രൂപയാണ്. അത് 250 രൂപയാക്കി അടക്കാൻ കഴിയും. ഇത് പല ആളുകൾക്കും അറിയില്ല. പലർക്കും ഉള്ള ഒരു സംശയം കൂടിയാണിത്. ഇതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കേരള പോലീസ് നൽകുന്നത്. എന്താണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അഥവാ PUC? വാഹനത്തിന്റെ മലിനീകരണ തോത് പരിശോധിച്ച ശേഷം വാഹന ഉടമക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ എന്ന PUC. വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവ നിശ്ചിത പരിധിയിലാണോ എന്ന് സർട്ടിഫിക്കറ്റ് വ്യക്തമാക്കും. ഇതുകൂടാതെ സർട്ടിഫിക്കറ്റിൽ കാർ, ബൈക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ടെസ്റ്റ് വാലിഡിറ്റി കാലയളവ്, PUCയുടെ സീരിയൽ നമ്പർ, എമിഷൻ ടെസ്റ്റ് നടത്തിയ തീയതി, വാഹനത്തിന്റെ എമിഷൻ റീഡിംഗ് എന്നിവയും ഇതിലുണ്ടാകും. എന്നാൽ നിശ്ചിത കാലയളവിൽ ഇത് പരിശോധിക്കൽ അനിവാര്യമാണ്. ഈ കാലയളവിൽ പരിശോധിക്കാതെ വാഹനം പിടിക്കപ്പെടുകയാണ് എങ്കിൽ 2000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. എന്നാൽ ഫൈൻ ലഭിച്ചതിന് ശേഷം വാഹനം PUC സർട്ടിഫിക്കറ്റ് അഥവാ പുക പരിശോധിച്ചതിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കുകയാണ് എങ്കിൽ ആ 2000 രൂപ ഫൈൻ 250 രൂപയായി കുറയും. ഇത് 7 ദിവസത്തിനുള്ളിൽ ചെയ്യണം. 7 ദിവസം കഴിഞ്ഞാൽ 2000 രൂപ തന്നെ പിഴ അടയ്ക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വാഹന ഇൻഷുറൻസ് എടുക്കാത്ത ആളുകളെല്ലാം പെടും. വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ വാഹന ഇൻഷുറൻസ് കർശനമായി നടപ്പിലാക്കാനുള്ള നടപടികൾ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വാഹനം പിടിച്ചെടുത്ത് ആ വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടം കണ്ടെത്താനുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടികൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ഓടുന്ന 38% KL വാഹനങ്ങളും ഇൻഷുറൻസ് എടുക്കാതെയാണ് ഓടുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഇൻഷുറൻസ് ഇല്ലാതെ, തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ലാതെ ഓടുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടികൾ വരികയാണ്. മാത്രമല്ല, വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്, ഇൻഷുറൻസ് ഇല്ലാതെ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് മരണം സംഭവിക്കുകയാണ് എങ്കിൽ ആ ആളുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരം നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. ആളുടെ പ്രായം, അതുപോലെ തന്നെ ജോലി, ആശ്രിതരുടെ എണ്ണം, മക്കളുടെ പ്രായം, ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കും കോടതി നഷ്ടപരിഹാര തുക വിധിക്കുക. അത് വലിയ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ വരാം. നമ്മുടെ വീട് വിറ്റാൽ പോലും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ മിനിമം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് 3rd ക്ലാസ് ഇൻഷുറെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ ഗൗരവമുള്ള കാര്യമാണ്. മറ്റൊന്ന്, നമ്മുടെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് സമയത്തിനുള്ളിലാണ് പുതുക്കേണ്ടത് എന്ന് പല ആളുകൾക്കും അറിയില്ല. എന്ന് മുതലാണ് പുതുക്കേണ്ടത് എന്നും അറിയില്ല. അതേക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് തന്നെ നമുക്ക് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം. ലൈസൻസ് പുതുക്കിയെടുക്കാം. ഇനി ലൈസൻസ് കാലാവധി തീർന്നതിന് ശേഷം നമുക്ക് പുതുക്കുന്നതിന്, പിഴ കൂടാതെ പുതുക്കുന്നതിന് 1 വർഷത്തെ സമയമുണ്ട്. പക്ഷേ ആ പുതുക്കാത്ത കാലയളവിൽ നമുക്ക് വാഹനം ഓടിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. ലൈസൻസിന്റെ കാലാവധി തെറ്റിയിട്ട് നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ പിടിക്കപ്പെടുകയാണ് എങ്കിൽ പിഴ നൽകേണ്ടി വരും. ഇങ്ങനെയാണ് ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി ഘടിപ്പിക്കുന്നു. സ്വകാര്യമായി രജിസ്റ്റർ ചെയ്ത വാഹനം ടാക്സിയായി ഓടിക്കാനോ വാടകയ്ക്ക് നൽകാനോ പാടില്ല എന്നതാണ് നിയമം. പക്ഷെ സ്വകാര്യ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം അവ വാടകയ്ക്ക് നൽകുന്നവർ സംസ്ഥാനത്തുടനീളം ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. സ്വന്തം പേരിലില്ലാത്ത വാഹനം മറ്റൊരാളടുത്ത് കാണുകയാണ് എങ്കിൽ അത് വാടകയ്ക്ക് നൽകിയതാണ് എന്ന് കണക്കാക്കി പിഴ ചുമത്തും എന്ന് ഗതാഗത കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിവാദമായിരുന്നു. കാർ വാടകയ്ക്ക് നൽകാൻ ആർക്കാണ് അനുമതി ഉള്ളത് എന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമപ്രകാരം സ്വകാര്യ വാഹനങ്ങൾ ഒരിക്കലും വാടകയ്ക്ക് നൽകാൻ സാധിക്കില്ല. വാടകയ്ക്ക് നൽകണമെങ്കിൽ ടാക്സിയായി മാറ്റേണ്ടി വരും. അല്ലാതെ ഉള്ളത് റെന്റ് ക്യാബ് സംവിധാനമാണ്. സംസ്ഥാനത്ത് ആകെ 7 റെന്റ് ക്യാബ്
സ്ഥാപനങ്ങളാണ് നിലവിൽ ഉള്ളത്. ചുരുങ്ങിയത് 50 വാഹനമുള്ള 5 ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഇതിന് അനുമതി നൽകുകയുള്ളൂ. കെട്ടിടം, കമ്പ്യൂട്ടർ, ആളുകൾക്ക് ഇരിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇതിന് വേണം. കറുപ്പ് നമ്പർ പ്ലേറ്റിൽ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളാണ് ഇവയുടേത്. 2, 3 വാഹനം ഉള്ളവർക്ക് ടാക്സി മാത്രമാക്കി വാടകയ്ക്ക് കൊടുക്കുന്നതിനുള്ള അനുമതിയുണ്ട്. സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് വാടകയ്ക്ക് നൽകാമോ? എന്തൊക്കെ കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണം? മോട്ടോർ വാഹന വകുപ്പ് ആ കാര്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. വാടകയ്ക്ക് കൊടുക്കുന്ന വാഹനങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സംഭവം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. ലഹരി, മദ്യം മുതലായവ കടത്തുന്നതിനും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കും. വാടകയ്ക്ക് കൊടുത്തയാളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ വാഹന ഉടമയും പ്രതിയാകും. ചെറിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ഇത്തരക്കാർക്ക് വാഹനങ്ങൾ നൽകുമ്പോൾ ഉടമകളും കുറെ കാലം കേസുമായി നടക്കേണ്ടി വരും. വാഹനവും നഷ്ടപ്പെടും. പലപ്പോഴും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് ഇത്തരം വാഹനങ്ങൾക്കുണ്ടാകുക. അപകടം നടക്കുകയാണ് എങ്കിൽ വാഹനത്തിലുള്ളവർക്കോ വാഹനത്തിനോ ഇൻഷുറൻസ് ലഭിക്കാറില്ല. മറ്റൊരാളെ ഇടിക്കുകയാണെങ്കിൽ അവർക്ക് മാത്രമാണ് ഇൻഷുറൻസ് ലഭിക്കുക. അങ്ങനെയുള്ള വാഹനങ്ങൾ പലപ്പോഴും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തവയാണ് എങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നത് ആവർത്തിച്ചാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. കല്യാണത്തിനും ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോഴുമാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പിടികൂടുന്ന വാഹനങ്ങൾക്ക് 3000 മുതൽ 10000 രൂപ വരെയാണ് വാഹന ഉടമകളിൽ നിന്നും ആദ്യഘട്ടത്തിൽ പിഴ ചുമത്തുന്നത്. ഇതേ കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ വാഹനങ്ങൾ പിടിച്ചെടുത്ത് RC റദ്ദാക്കും. വരും ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം ഇത്തരം പരിശോധനകൾ ഉണ്ടാകും എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, ഗതാഗത നിയമലംഘനത്തിന് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവർക്ക് പണി വരുന്നു. ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതൽ പിഴ കുടിശ്ശിക വരുത്തുന്ന 1000 പേരുടെ വീട്ടിലേക്ക് പിഴ അടപ്പിക്കാനാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും എത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വാഹന അപകടങ്ങൾക്ക് പരിഹാരം കാണാനായി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന തുടങ്ങിയിട്ടുണ്ട്. തുടർ നടപടികൾ തീരുമാനിക്കാൻ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. മദ്യപിച്ചും അലക്ഷ്യമായുമുള്ള വാഹനം ഓടിക്കൽ, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള ഡ്രൈവിംഗ് എന്നിവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം. രാത്രി ഡ്രൈവർമാർക്ക് ചൂട് കാപ്പി നൽകുന്നത് അടക്കമുള്ളതും പരിശോധനയുടെ ഭാഗമാക്കും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.